നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അത്യാധുനിക സാങ്കേതിക വിദ്യകളിലേക്കും പുനരുപയോഗ ഊർജ്ജത്തിലേക്കും മാറുമെന്ന് വ്യക്തമാക്കി കേരള ബജറ്റ്. ദാവോസിൽ നിന്നുള്ള നിക്ഷേപങ്ങളും റെയർ എർത്ത് കോറിഡോറും നിർണായകമാകും. ഉപഭോക്തൃ സംസ്ഥാനം എന്ന നിലയിൽ നിന്നും ഉൽപാദന കേന്ദ്രത്തിലേക്കും വ്യവസായ സൗഹൃദ ഇടനാഴിയിലേക്കും ചുവടുവെക്കാൻ കേരളം. ബജറ്റിൽ വ്യവസായ മേഖലയ്ക്കായി മാത്രം മാറ്റിവെക്കുന്നത് 1417.26 കോടി രൂപ. കൃഷിക്ക് കരുത്തേകുന്ന പ്രഖ്യാപനങ്ങളുമായി സംസ്ഥാന ബജറ്റ്. കാർഷിക മേഖലയ്ക്ക് 2000 കോടി രൂപയുടെ വകയിരുത്തൽ. കേരം വികസനവും മൃഗസംരക്ഷണവും ഉൾപ്പെടെ നിരവധി പദ്ധതികൾ. ഇന്ത്യ 6.8 മുതൽ 7.2% വരെ വളർച്ച കൈവരിക്കുമെന്ന സാമ്പത്തിക സർവേ റിപ്പോർട്ട്. കുറഞ്ഞ പണപ്പെരുപ്പവും ആഭ്യന്തര ഉപഭോഗത്തിലെ കുതിപ്പും ഇന്ത്യയെ ആഗോള ശക്തിയാക്കി നിർത്തുന്നു. ഇറാൻ അമേരിക്ക സംഘർഷത്തിൽ ലോകം വീണ്ടും യുദ്ധഭീതിയിൽ. ചരിത്രത്തിലാദ്യമായി 1 ഔൺസിന് സ്വർണത്തിന് $5500 കടന്നു. വിശദമായ വാർത്തകൾ നോക്കാം. ഓഹരി വിപണി ഇന്ന് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 221 പോയിന്റ് ഉയർന്ന് 82,566-ലും നിഫ്റ്റി 76.15 പോയിന്റ് ഉയർന്ന് 25,418.9-ലും വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി വിഷ്ണു ആണ് ചേരുന്നത്. വിഷ്ണു, വിപണിയിലെ ഇന്നത്തെ മുന്നേറ്റത്തിന് കാരണമായ ഘടകങ്ങൾ എന്തെല്ലാമാണ്? മാർക്കറ്റ് ആ ബഡ്ജറ്റിന് മുമ്പുള്ള ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു റാലി നടത്തുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇന്നലെ ഒരു നേട്ടം രേഖപ്പെടുത്തി, ഇന്നും ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് എടുത്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഇൻഡെക്സുകളൊക്കെ തന്നെ ഇന്ന് പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി 50 സംബന്ധിച്ച് 25,416 എന്നൊരു നിലയിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 73 പോയിന്റിന്റെ നേട്ടമാണ് നിഫ്റ്റി 50യിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ 59,960 എന്നൊരു നിലയിൽ 361 പോയിന്റിന്റെ നേട്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യം പറഞ്ഞാൽ 0.61% നേട്ടമാണ് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാർക്കറ്റിൽ ഇന്നത്തെ ഒരു ട്രേഡിംഗ് ഓവറോൾ നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് നിഫ്റ്റി 50 ബാങ്ക് നിഫ്റ്റിയെ അപേക്ഷിച്ച് അത്രയും ഒരു ഔട്ട് പെർഫോമൻസ് ഇല്ലായിരുന്നു. ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ട്രേഡിംഗ് ആരംഭിച്ചത്. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ഒരു സെക്കൻഡ് സെഷനോടൊക്കെ അനുബന്ധിച്ച് മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ട് കയറിക്കൊണ്ട് പോസിറ്റീവായിട്ട് തന്നെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ബാങ്ക് നിഫ്റ്റിയും ഈ പറഞ്ഞ പോലെ ഒരു മികച്ച മുന്നേറ്റം. എന്നാൽ ബാങ്ക് നിഫ്റ്റിയിൽ തുടക്കം മുതൽ തന്നെ ആ ഒരു നേട്ടം സസ്റ്റെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു ട്രേഡിംഗുമായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് നിഫ്റ്റി 50യിലോട്ട് വരുമ്പോൾ കാണുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ നേട്ടം രേഖപ്പെടുത്തിയ ഓഹരി എന്ന് പറയുന്നത് ടാറ്റ സ്റ്റീലായിരുന്നു. 4.49% നേട്ടം. L&T 3.8% നേട്ടം. കൂടാതെ ആക്സിസ് ബാങ്ക്, ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ്, NTPC, എറ്റേണൽ, ഹിൻഡൽകോ തുടങ്ങിയ ഓഹരികളാണ് നിഫ്റ്റി 50യിൽ പോസിറ്റീവായിട്ട് ഇന്ന് ക്ലോസ് ചെയ്തത്. ഇടിവിലോട്ട് വരുമ്പോൾ ഇന്ന് ഏഷ്യൻ പെയിന്റ്സ്, ഇൻഡിഗോ, SBI ലൈഫ്, മാരുതി, ടാറ്റ കൺസ്യൂമേഴ്സ്, TCS, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര തുടങ്ങിയ ഓഹരികൾ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് നിഫ്റ്റി 50യിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് വിഷ്ണുവാണ്. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. അത്യാധുനിക സാങ്കേതിക വിദ്യകളിലേക്കും പുനരുപയോഗ ഊർജ്ജത്തിലേക്കും മാറുന്നുവെന്ന് വ്യക്തമാക്കി കേരള ബജറ്റ്. ദാവോസിൽ നിന്നും നിക്ഷേപങ്ങളും റെയർ എർത്ത് കോറിഡോറും നിർണായകമാകും. വിഴിഞ്ഞം തുറമുഖം ഒരു ലോജിസ്റ്റിക്സ് ഹബ്ബായി വളരുമ്പോൾ ദാവോസിൽ നിന്നുള്ള നിക്ഷേപങ്ങളും റെയർ എർത്ത് കോറിഡോറും ചേരുന്നതോടെ കേരളത്തിന്റെ GDP പുതിയ ഉയരങ്ങൾ കീഴടക്കുമെന്ന സൂചനയാണ് ബജറ്റ് നൽകുന്നത്. വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ കേരളം കൊയ്തത് വൻ നേട്ടമാണ്. 1,18,000 കോടി രൂപയുടെ നിക്ഷേപ താൽപര്യപത്രങ്ങളിലാണ് കേരളം ഒപ്പുവെച്ചത്. മെഡിക്കൽ ടെക്നോളജി, റിന്യൂവബിൾ എനർജി, ഡാറ്റാ സെന്ററുകൾ, എമർജിംഗ് ടെക്നോളജി എന്നീ മേഖലകളിലെ കരുത്തരായ 27 ആഗോള കമ്പനികളാണ് കേരളത്തിലേക്ക് വരാൻ തയ്യാറെടുക്കുന്നത്. ഇത് സംസ്ഥാനത്തിന്റെ വ്യാവസായിക ഭൂപടം ആഗോളതലത്തിൽ തന്നെ മാറ്റിവരയ്ക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. പ്രതിരോധം, ബഹിരാകാശ ഗവേഷണം, ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവയ്ക്ക് അത്യന്താപേക്ഷിതമായ തോറിയം, സ്കാൻഡിയം തുടങ്ങിയ റെയർ എർത്ത് മൂലകങ്ങളുടെ വൻ ശേഖരം നമ്മുടെ തീരദേശത്തുണ്ട്. ഇത് ഉപയോഗപ്പെടുത്താൻ വിഴിഞ്ഞം തുറമുഖം വഴി ചവറയെയും കൊച്ചിയെയും ബന്ധിപ്പിക്കുന്ന ഒരു റെയർ എർത്ത് കോറിഡോർ സർക്കാർ സ്ഥാപിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ചവറയിലെ KMML ചേർന്ന് സ്ഥാപിക്കുന്ന ഈ കേന്ദ്രം കേരളത്തെ രാജ്യത്തെ ഏറ്റവും വലിയ പെർമനന്റ് മാഗ്നറ്റ് ഹബ്ബാക്കി മാറ്റും. ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത് 42,000 കോടി രൂപയുടെ നിക്ഷേപവും 50,000 പുതിയ തൊഴിലവസരങ്ങളുമാണ്. രാജ്യത്തിന്റെ സുരക്ഷാ സാങ്കേതിക മേഖലകളിൽ കേരളം നിർണായക ശക്തിയായി മാറുന്ന കാഴ്ചയാണിത്. KMML, കെൽട്രോൺ, NFDTC എന്നീ സ്ഥാപനങ്ങളെ പങ്കാളികളാക്കിക്കൊണ്ട് റെയർ എർത്ത് ആൻഡ് ക്രിട്ടിക്കൽ മിനറൽ മിഷൻ രൂപീകരിക്കുന്നതിനായി 100 കോടി രൂപ നീക്കിവെക്കുമെന്നും ബജറ്റിൽ അറിയിച്ചു.
കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച ഹൈഡ്രജൻ വാലി പദ്ധതിയും ഹൈഡ്രജൻ ഇന്ധനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയും സംബന്ധിച്ച നിർണായക നടപടികളിലേക്ക് കടക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. വേൾഡ് എക്കണോമിക് ഫോറത്തിൽ വെച്ച് ഗ്രീൻകോ കമ്പനിയിൽ നിന്നും 10,000 കോടി രൂപയുടെ നിക്ഷേപം പുനരുപയോഗ മേഖലയിലേക്ക് ആകർഷിക്കാൻ കഴിഞ്ഞു. തുടർ പ്രവർത്തനങ്ങൾക്കായി ആവശ്യമായ തുക അനുവദിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഉപഭോക്തൃ സംസ്ഥാനം എന്ന നിലയിൽ നിന്നും ഉൽപാദന കേന്ദ്രത്തിലേക്കും വ്യവസായ സൗഹൃദ ഇടനാഴിയിലേക്കും ചുവടുവെക്കാൻ കേരളം. ബജറ്റിൽ വ്യവസായ മേഖലയ്ക്കായി മാത്രം മാറ്റിവെക്കുന്നത് 1417.26 കോടി രൂപ. ശ്രദ്ധേയമായ കാര്യം ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 122.54 കോടി രൂപ അധികമാണെന്നതാണ്. ധാതു വികസനത്തിനായി 8.20 കോടി രൂപയും വിവരസാങ്കേതിക വിദ്യ അഥവാ IT മേഖലയ്ക്കായി 547.05 കോടി രൂപയും മാറ്റിവെച്ചു. ചുരുക്കത്തിൽ വ്യവസായവും ധാതുക്കളും എന്ന ബൃഹത്തായ മേഖലയ്ക്ക് ആകെ 1973.51 കോടി രൂപയുടെ ബജറ്റ് വിഹിതമാണ് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 154.15 കോടി രൂപയുടെ വർധനവ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നു എന്നത് സർക്കാരിന്റെ വ്യവസായത്തോടുള്ള പ്രതിബദ്ധത വ്യക്തമാക്കുന്നു. ഇതിനൊപ്പം വ്യാവസായിക അടിത്തറ ശക്തിപ്പെടുത്താൻ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കായുള്ള മിഷൻ 1000 പദ്ധതിക്ക് 35 കോടി രൂപയും അനുവദിച്ചു. MSME മേഖലയ്ക്കുള്ള വിഹിതം ഇത്തവണ 310.84 കോടി രൂപയായി സർക്കാർ ഉയർത്തിയിട്ടുണ്ട്. നഗരങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഗ്രാമങ്ങളിലേക്കും വ്യവസായം എത്തിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നു. ഇതിനായി പ്രാദേശിക സർക്കാരുകളുമായി ചേർന്ന് ഗ്രാമീണ അപ്പാരൽ പാർക്കുകളും ഇലക്ട്രോണിക് അസംബ്ലിംഗ് പാർക്കുകളും സ്ഥാപിക്കും. ഓരോ വിഭാഗത്തിനും 10 കോടി രൂപ വീതം ആകെ 20 കോടി രൂപ ഇതിനായി അനുവദിച്ചു. ഇത് ഗ്രാമീണ മേഖലയിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വലിയ തോതിൽ സഹായിക്കും. ഗ്രാമങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലൂടെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയാണ് ഈ പദ്ധതികളുടെ ലക്ഷ്യം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിലെ വ്യാപാര മേഖല ആഗോള ശ്രദ്ധ നേടും. ഇതിന്റെ ഭാഗമായുള്ള ഇൻഡസ്ട്രിയൽ ആൻഡ് ലോജിസ്റ്റിക് സൗകര്യങ്ങൾക്കായി 17 കോടി രൂപയും കുറ്റിച്ചൽ 50 ഏക്കർ ഭൂമി ഏറ്റെടുക്കാൻ 4 കോടി രൂപയും നൽകി. കിൻഫ്ര മുഖേന 1000 കോടി രൂപയുടെ വലിയ നിക്ഷേപ പദ്ധതിയും ഇതിനായി ഒരുങ്ങുന്നുണ്ടെന്ന് കേരള ബജറ്റ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 2026-27 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ 6.8 മുതൽ 7.2% വരെ വളർച്ച കൈവരിക്കുമെന്ന് സാമ്പത്തിക സർവേ റിപ്പോർട്ട്. കുറഞ്ഞ പണപ്പെരുപ്പവും ആഭ്യന്തര ഉപഭോഗത്തിലെ കുതിപ്പും ഇന്ത്യയെ ആഗോള ശക്തിയാക്കി നിർത്തുന്നു. പണപ്പെരുപ്പം വെറും 1.7% താഴ്ന്നതും ബാങ്കുകളുടെ കിട്ടാക്കടം ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കായ 2.2% ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വമ്പിച്ച തിരിച്ചുപിടിക്കലാണ് സൂചിപ്പിക്കുന്നത്. ലോകവ്യാപാരത്തിൽ ഇന്ത്യയുടെ വിഹിതം 1% നിന്ന് 1.8% ഇരട്ടിച്ചു. സർവീസ് കയറ്റുമതി $387 ബില്യൺ എന്ന റെക്കോർഡ് ഉയരത്തിലെത്തി. കൂടാതെ പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണം $135.4 ബില്യൺ ലെത്തി. $701.4 ബില്യൺ വിദേശ നാണ്യശേഖരം നമുക്കുണ്ടെന്നത് ഏതൊരു സാമ്പത്തിക പ്രതിസന്ധിയെയും നേരിടാൻ ഇന്ത്യയെ പ്രാപ്തമാക്കുന്നു. PLI വഴി 14 മേഖലകളിലായി 2 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം എത്തിയതോടെ 12.6 ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ 10 മടങ്ങ് വർധനവാണുണ്ടായത്. 2014 വെറും 550 കിലോമീറ്റർ ഉണ്ടായിരുന്ന ഹൈസ്പീഡ് കോറിഡോറുകൾ ഇന്ന് 5364 കിലോമീറ്ററായി വളർന്നു കഴിഞ്ഞു. വിമാനത്താവളങ്ങളുടെ എണ്ണം 74 നിന്ന് 164 ഉയർന്നതോടെ ഇന്ത്യ ലോകത്തെ 3ാമത്തെ വലിയ ഏവിയേഷൻ മാർക്കറ്റായി മാറി. കുറഞ്ഞ പണപ്പെരുപ്പവും ആഭ്യന്തര ഉപഭോഗത്തിലെ കുതിപ്പും ഇന്ത്യയെ മറ്റേതൊരു ആഗോള ശക്തിയേക്കാളും ഉയരത്തിൽ നിർത്തുന്നു. അതായത് ജാഗ്രത വേണം, എന്നാൽ ശുഭാപ്തി വിശ്വാസം കൈവിടരുത് എന്നാണ് സർവേയുടെ ആഹ്വാനം. അതേസമയം ഓഹരി വിപണിയിൽ വിദേശ നിക്ഷേപകരുടെ ചുവടുമാറ്റം ആശ്ചര്യപ്പെടുത്തുകയാണ്. കഴിഞ്ഞ 2 പാദങ്ങളിൽ പണം പിൻവലിച്ച വിദേശ നിക്ഷേപകർ അത് കടപ്പത്രങ്ങളിലേക്ക് വൻതോതിൽ വഴിതിരിച്ചുവിട്ടു. രൂപയുടെ മൂല്യത്തകർച്ചയും അമേരിക്കയിലെ ബോണ്ട് യീൽഡിലെ മാറ്റങ്ങളുമാണ് ഈ റൊട്ടേഷന് പിന്നിൽ. എന്നാൽ ഭയപ്പെടേണ്ട കാര്യമില്ല. വിദേശ നിക്ഷേപകരുടെ പക്കലുള്ള ഇന്ത്യൻ ആസ്തികളുടെ മൂല്യം 81.4 ലക്ഷം കോടി രൂപയായി ഉയർന്നു എന്നത് ഇന്ത്യയുടെ കരുത്താണ് കാണിക്കുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നിർണായകമായ വ്യാപാര കരാർ ഈ വർഷം തന്നെ യാഥാർത്ഥ്യമാകുമെന്ന് സർവേ അടിവരയിടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഈ വർഷത്തെ സംസ്ഥാന ബജറ്റിൽ ക്ഷേമ പെൻഷനായി 14,500 കോടി രൂപ വകയിരുത്തി ധനമന്ത്രി KN ബാലഗോപാൽ. സ്ത്രീ സുരക്ഷാ പെൻഷന് 3,820 കോടി രൂപയാണ് വകയിരുത്തിയത്. ആശാവർക്കർമാർക്ക് ആശ്വാസമായ ബജറ്റിൽ വയോജന ബജറ്റ് രേഖയും അവതരിപ്പിച്ചു. 2ാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിൽ ക്ഷേമ പെൻഷനായി 14,500 കോടി രൂപയാണ് ധനമന്ത്രി KN ബാലഗോപാൽ വകയിരുത്തിയത്. അടുത്ത സാമ്പത്തിക വർഷത്തേക്കാണ് തുക.
എന്നാൽ പെൻഷൻ തുകയിൽ വർധനയില്ല. നേരത്തെ 1600 രൂപയായിരുന്ന പെൻഷൻ തുക തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 2000 രൂപയാക്കി ഉയർത്തിയിരുന്നു. LDF സർക്കാരിന്റെ കാലത്ത് ക്ഷേമ പെൻഷൻ ഘട്ടം ഘട്ടമായി ഉയർത്തിയെന്നും പെൻഷൻ വിതരണം മുടക്കമില്ലാതെ നടക്കുന്നുണ്ടെന്നും ധനമന്ത്രി ചൂണ്ടിക്കാട്ടി. സ്ത്രീ സുരക്ഷാ പെൻഷന് 3820 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ജനസംഖ്യയുടെ 30% പേർക്ക് വിവിധ ക്ഷേമ ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ടെന്നും 1 കോടി പേരിലേക്ക് സർക്കാർ സഹായം എത്തുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ആശാ വർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം 1000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. അങ്കണവാടി വർക്കർമാർക്ക് 1000 രൂപയും ഹെൽപ്പർമാർക്ക് 500 രൂപയും സാക്ഷരതാ പ്രേരകുമാർക്ക് പ്രതിമാസം 1000 രൂപയും കൂട്ടി. കേരളം വയോജന സൗഹൃദ സംസ്ഥാനമാകുന്നു എന്ന പ്രഖ്യാപനത്തോടെ പ്രത്യേക വയോജന ബജറ്റ് രേഖ ബജറ്റിനൊപ്പം തന്നെ ധനമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ചു. വയോമിത്രം പദ്ധതിക്കായി 27.50 കോടി രൂപയും ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇറാൻ അമേരിക്ക സംഘർഷത്തിൽ ലോകം വീണ്ടും യുദ്ധഭീതിയിൽ. ചരിത്രത്തിലാദ്യമായി 1 ഔൺസ് സ്വർണത്തിന് $5500 കടന്നു. 2025 മാത്രം 64% നേട്ടമുണ്ടാക്കിയ സ്വർണം 2026 അതിന്റെ ജൈത്രയാത്ര തുടരുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് നേരെ സൈനിക നീക്കം നടത്തുമെന്ന ഭീഷണി മുഴക്കിയതാണ് വിപണിയെ പെട്ടെന്ന് പ്രകോപിപ്പിച്ചത്. ഇറാനിലേക്ക് US സൈന്യം നീങ്ങുകയാണെന്നും ഏതു നിമിഷവും അതിശക്തമായ ആക്രമണം ഉണ്ടായേക്കാമെന്നുമുള്ള ട്രംപിന്റെ പ്രസ്താവന ആഗോള നിക്ഷേപകരെ ആശങ്കയിലാഴ്ത്തി. സ്വർണ്ണവില ഉയരാൻ മറ്റൊരു കാരണം US ഡോളറിന്റെ തളർച്ചയാണ്. അമേരിക്കയടക്കമുള്ള വികസിത രാജ്യങ്ങളുടെ കടബാധ്യത വർദ്ധിക്കുന്നത് ഗവൺമെന്റ് ബോണ്ടുകളിലുള്ള വിശ്വാസം കുറയാനിടയാക്കി. ഇതോടെ മുമ്പ് സുരക്ഷിത നിക്ഷേപമായി കരുതിയിരുന്ന ബോണ്ടുകളെ കൈവിട്ട് നിക്ഷേപകർ സ്വർണത്തിലേക്ക് മുറുകെ പിടിക്കുകയാണ്. ചുരുക്കത്തിൽ ഭൗമരാഷ്ട്രീയ തർക്കങ്ങളും സാമ്പത്തിക നയങ്ങളിലെ മാറ്റങ്ങളും സ്വർണത്തെ ഒരു സൂപ്പർ അസറ്റാക്കി മാറ്റിയിരിക്കുകയാണ്. വൈറ്റ് ഓക്ക് ക്യാപിറ്റൽ മ്യൂച്വൽ ഫണ്ടിന്റെ റിപ്പോർട്ട് പ്രകാരം വിപണി ഇപ്പോൾ അതിന്റെ പാരമ്യത്തിലാണ്. ഗോൾഡ് ടു സിൽവർ റേഷ്യോ ഇപ്പോൾ 46:1 എന്ന നിലയിലേക്ക് താഴ്ന്നിരിക്കുന്നു. സാധാരണയായി 80:1 എന്ന നിലയിലാകേണ്ടതാണ്. ചരിത്രപരമായി നോക്കിയാൽ ഈ അനുപാതം 50-ന് താഴേക്ക് പോകുമ്പോൾ വെള്ളി വിലയിൽ മറ്റൊരു തിരുത്തൽ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്വർണവും വെള്ളിയും വാങ്ങുന്നവർ ജാഗ്രത പാലിക്കണം. ICICI Prudential AMCയിലെ ചിന്തൻ ഹരിയും സമാന മുന്നറിയിപ്പ് നൽകുന്നു. ഓഹരി വിപണി മികച്ച നേട്ടം നൽകുമ്പോൾ എല്ലാ പണവും സ്വർണത്തിലേക്ക് നിക്ഷേപിക്കുന്നത് അപകടകരമാണ്. നിക്ഷേപകർ ഇപ്പോൾ ലാഭം എടുത്തു തുടങ്ങണമെന്നും പുതിയ നിക്ഷേപങ്ങൾ വളരെ ആലോചിച്ച് മാത്രം മതിയെന്നുമാണ് ഭൂരിപക്ഷം അനലിസ്റ്റുകളുടെയും അഭിപ്രായം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാന ബജറ്റിൽ 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിച്ച ധനമന്ത്രി KN ബാലഗോപാൽ. സമയബന്ധിതമായി നടപ്പാക്കാൻ തീരുമാനം. സർക്കാർ ജീവനക്കാർക്കായി അഷ്വേർഡ് പെൻഷൻ പദ്ധതി ഏപ്രിൽ മുതൽ നടപ്പിലാക്കി തുടങ്ങുമെന്നും ധനമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ദീർഘകാലമായുള്ള ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള സുപ്രധാന നീക്കമാണ് ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപനത്തിലൂടെ നടപ്പായതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. 3 മാസത്തിനകം റിപ്പോർട്ട് ആവശ്യപ്പെടും. പ്രഖ്യാപനം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും മന്ത്രി ബജറ്റ് പ്രഖ്യാപനത്തിൽ പറഞ്ഞു. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം സംബന്ധിച്ച് 5 വർഷ തത്വം പാലിക്കുക എന്നത് തന്നെയാണ് ഇടതുപക്ഷ സർക്കാരുകളുടെ എക്കാലത്തെ നയം. ഇതിന്റെ ഭാഗമായി 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിക്കുകയാണ്. റിപ്പോർട്ട് 3 മാസം കൊണ്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും സമയബന്ധിതമായി നടപ്പിലാക്കുകയും ചെയ്യും. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അവശേഷിക്കുന്ന DA, DR ഗഡുക്കൾ പൂർണ്ണമായും നൽകും. സർക്കാർ ജീവനക്കാരുടെ ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് സ്കീം പുനഃസ്ഥാപിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ ബജറ്റിൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരം പ്രഖ്യാപിച്ച അഷ്വേർഡ് പെൻഷൻ പദ്ധതി ഏപ്രിൽ 1 മുതൽ നടപ്പാക്കി തുടങ്ങുമെന്ന് മന്ത്രി പറഞ്ഞു. അവസാന മാസശമ്പളത്തിന്റെ 50% പെൻഷൻ തുക ഉറപ്പാക്കുകയാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. സർ, അവസാന അടിസ്ഥാന ശമ്പളത്തിന്റെ 50% തുക പരമാവധി പെൻഷനായി ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും DR അനുവദിക്കുകയും ചെയ്യുന്ന പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. നിലവിലുള്ള NPSൽ നിന്നും അഷ്വേർഡ് പെൻഷനിലേക്ക് മാറാൻ ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിൽ തന്നെ തുടർന്നവർക്ക് അത് തുടരാം, പക്ഷെ ഇങ്ങോട്ട് മാറാൻ ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. കൃത്യമായ ആസൂത്രണത്തിലൂടെ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി ലഭ്യമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരളത്തിനെതിരായ കേന്ദ്ര അവഗണന എണ്ണിപ്പറഞ്ഞ് ധനമന്ത്രി KN ബാലഗോപാലിന്റെ അവസാന ബജറ്റ് പ്രസംഗം. കേരളത്തെ ശ്വാസം മുട്ടിക്കാൻ അവസാന കാലത്തും കേന്ദ്രം ശ്രമിക്കുന്നതായി KN ബാലഗോപാൽ പറഞ്ഞു. കേന്ദ്രത്തിന്റെ സാമ്പത്തിക അവഗണനയ്ക്കെതിരായ കടുത്ത പ്രതിഷേധം ബജറ്റ് പ്രസംഗത്തിലൂടെ രേഖപ്പെടുത്തുന്നുവെന്ന് ബാലഗോപാൽ സൂചിപ്പിച്ചു.
സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അധികാരം ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ കേന്ദ്ര സർക്കാർ കവർന്നെടുക്കുകയാണെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ആരോപിച്ചു. ഇന്ത്യയിൽ വോട്ട് ചോരി മാത്രമല്ല നോട്ട് ചോരിയും നടക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. GST പരിഷ്കരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തിന് ഏകദേശം 800 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായും സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാനത്തിൽ കേന്ദ്രവിഹിതം 25% ചുരുങ്ങിയതായും മന്ത്രി വ്യക്തമാക്കി. കേന്ദ്ര പദ്ധതികളിലെ കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ചതോടെ തൊഴിലുറപ്പ് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ 2000 കോടി രൂപ അധികമായി കണ്ടെത്തേണ്ട സാഹചര്യമാണുള്ളത്. നികുതി വരുമാനവും വായ്പാ പരിധിയും കുറയ്ക്കുകയും തനതു വരുമാനത്തിന്റെ പ്രധാന സ്രോതസ്സായ GSTയിൽ പോലും കുറവ് വരുത്തുകയും ചെയ്തതായി അദ്ദേഹം കുറ്റപ്പെടുത്തി. കിഫ്ബി റദ്ദ് ചെയ്യാനുള്ള സമീപനമാണ് കേന്ദ്രത്തിന്റേതെന്നും ദുരന്തകാലത്ത് ഗ്രാമീണ ഇന്ത്യയ്ക്ക് തണലായ തൊഴിലുറപ്പ് പദ്ധതിയുടെ അവസാനത്തിന് തുടക്കം കുറിച്ചുവെന്നും ബാലഗോപാൽ പറഞ്ഞു. കേരളത്തിന്റെ വിഹിതം കേന്ദ്രം കുത്തനെ വെട്ടിക്കുറയ്ക്കുന്നുവെന്നും കേന്ദ്ര അവഗണനയുടെ വാർത്തകൾ ചിലർ ആഘോഷിക്കുന്ന നിലപാടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേന്ദ്ര അവഗണന ഉണ്ടായിട്ടും സംസ്ഥാനം പിടിച്ചുനിന്നത് ചിലർക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നതായും എന്നാൽ കേന്ദ്ര അവഗണന ഇല്ലായിരുന്നെങ്കിൽ കേരളം എത്ര വളർന്നേനെയെന്നുമാണ് ചർച്ച ചെയ്യേണ്ടതെന്ന് മന്ത്രി പറഞ്ഞു. നികുതിയേതര വരുമാനത്തിൽ അഭിമാനകരമായ വളർച്ച കൈവരിക്കാൻ കഴിഞ്ഞതായും കഴിഞ്ഞ 5 വർഷത്തിനിടെ 1,52,645 കോടി രൂപ തനത് നികുതിയിലും നികുതിയേതര വരുമാനത്തിലുമായി സമാഹരിക്കാനായതായും അദ്ദേഹം വ്യക്തമാക്കി. ഇടതുപക്ഷ സർക്കാരിനെ ധനപരമായി പിടിച്ചുകെട്ടാൻ ശ്രമമുണ്ടാകുമെന്ന് നേരത്തെ തിരിച്ചറിഞ്ഞതിനാൽ ചെലവുകൾ ക്രമീകരിച്ചും തനതു വരുമാനം വർദ്ധിപ്പിച്ചും പ്രതിരോധം തീർക്കാൻ കഴിഞ്ഞുവെന്ന് മന്ത്രി പറഞ്ഞു. കേന്ദ്ര അവഗണനകൾക്കിടയിലും വികസന ചെലവുകൾ വെട്ടിക്കുറവ് വരുത്തിയിട്ടില്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു. കേരളം സാമ്പത്തിക അഭിവൃദ്ധിയുടെ ടേക്ക് ഓഫ് ഘട്ടത്തിലാണെന്നും സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി മെച്ചപ്പെട്ടതായും ബാലഗോപാൽ പറഞ്ഞു. കേരളത്തെ വർഗീയമായി വിഭജിക്കാൻ ശ്രമിക്കുന്ന മതരാഷ്ട്രീയ ശക്തികളെ അദ്ദേഹം ശക്തമായി വിമർശിച്ചു. ഒരു മതജാതി വിഭാഗവും തങ്ങൾക്ക് അന്യരല്ലെന്നും ചാപ്പകുത്തലുകളെ അവജ്ഞയോടെ തള്ളിക്കളയുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പൊതുമേഖലയെ കൈവിടാതെ വികസനത്തിന്റെ നട്ടെല്ലാക്കി മുന്നോട്ടു പോകുന്ന സർക്കാരിന്റെ നിലപാട് ബജറ്റിൽ വീണ്ടും ആവർത്തിച്ച് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. KSRTC മുതൽ സപ്ലൈകോ വരെയുള്ള പൊതുസംവിധാനങ്ങളെ സംരക്ഷിക്കാനും ശക്തിപ്പെടുത്താനും സർക്കാർ നടത്തിയ ഇടപെടലുകളാണ് ബജറ്റ് പ്രസംഗത്തിൽ മന്ത്രി ഉയർത്തിക്കാട്ടിയത്. സർ, KSRTC ജീവനക്കാരെയും പെൻഷൻകാരെയും ചേർത്ത് പിടിച്ച സർക്കാരാണിത്. പൊതുമേഖലയെ ഇറച്ചി വിലയ്ക്ക് വിട്ടുകളയണം എന്ന വലതുപക്ഷ സമീപനമല്ല ഞങ്ങളുടേത്. സർ, കേരളത്തിലെ KSRTC ജീവനക്കാർ ഇപ്പോൾ ശമ്പളം വാങ്ങുന്ന എല്ലാ മാസവും 1-ാം തീയതിയാണ്. പ്രതിമാസം 125 കോടിയോളം രൂപയാണ് ശമ്പളവും പെൻഷൻ നൽകുന്നതിനായി സർക്കാർ KSRTCക്ക് കൃത്യമായി നൽകി വരുന്നത്. പൊതുമേഖലയെ ചേർത്തുപിടിച്ചുള്ള വികസനവും വളർച്ചയുമാണ് കേരളം കൈവരിച്ചതെന്നും മന്ത്രി അവകാശപ്പെട്ടു. സംസ്ഥാനത്തെ ഗതാഗത മേഖലയിലെ പ്രധാന സ്ഥാപനമായ KSRTC സംരക്ഷിക്കാനും ശക്തിപ്പെടുത്താനും സർക്കാർ വലിയ സാമ്പത്തിക പിന്തുണ നൽകിയിട്ടുണ്ടെന്നും ബാലഗോപാൽ പറഞ്ഞു. കഴിഞ്ഞ കാലയളവിൽ KSRTCക്ക് സർക്കാർ മൊത്തം 8,500 കോടി രൂപ അനുവദിച്ചതായും ശമ്പളവും പെൻഷനും നൽകുന്നതിനായി ഓരോ മാസവും 125 കോടി രൂപ വീതം അനുവദിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിന്റെ ഫലമായി എല്ലാ മാസവും 1-ാം തീയതി തന്നെ ജീവനക്കാരുടെ ശമ്പളം നൽകാൻ സാധിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. KSRTCയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പുതിയ പ്രഖ്യാപനങ്ങളും ബജറ്റിലുണ്ട്. ബസ് വാങ്ങുന്നതിനായി 127 കോടി രൂപയും വർക്ക്ഷോപ്പുകളുടെ ആധുനികവൽക്കരണത്തിന് 40 കോടി രൂപയും KSRTCയുടെ സോഫ്റ്റ്വെയർ വികസനത്തിന് 12 കോടി രൂപയും ബജറ്റിൽ അനുവദിച്ചു. വിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനായി സർക്കാർ ഫലപ്രദമായ ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പൊതുവിതരണ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന് സപ്ലൈകോയ്ക്ക് ഈ ഇനത്തിൽ 3,435 കോടി രൂപ അനുവദിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. ഇതിന്റെ ഭാഗമായി 5,82,908 പുതിയ റേഷൻ കാർഡുകൾ അനുവദിച്ചതായും ബജറ്റിൽ വ്യക്തമാക്കുന്നു. വൈദ്യുതി മേഖലയിലും കേരളം ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചതായി ധനമന്ത്രി അവകാശപ്പെട്ടു. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടെ സംസ്ഥാനത്ത് പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഉണ്ടായിട്ടില്ലെന്നത് സർക്കാരിന്റെ കാര്യക്ഷമമായ ഊർജ്ജ നയത്തിന്റെ തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു. അടിസ്ഥാന സൗകര്യ വികസന രംഗത്തും സർക്കാർ വലിയ മുന്നേറ്റം നടത്തിയതായി ബജറ്റിൽ പറയുന്നു. സംസ്ഥാനത്ത് 9.79 ലക്ഷം കുടിവെള്ള കണക്ഷനുകൾ അനുവദിച്ചതായും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനുള്ള ഇടപെടലുകൾ സർക്കാർ മുൻഗണന നൽകിയെന്നും മന്ത്രി വ്യക്തമാക്കി. പൊതുമേഖലയെ സംരക്ഷിച്ചും സാമൂഹ്യക്ഷേമ പദ്ധതികൾ ശക്തിപ്പെടുത്തിയും വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാരിന്റെ എന്ന് ബജറ്റ് പ്രസംഗത്തിലൂടെ ധനമന്ത്രി ആവർത്തിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാന ബജറ്റിൽ ഒട്ടേറെ ഇൻഷുറൻസ് പദ്ധതികൾ പ്രഖ്യാപിച്ചു. സർക്കാർ ജീവനക്കാരുടെ മെഡിസെപ് പദ്ധതിയിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ള ഇൻഷുറൻസ് പദ്ധതികളാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചത്. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിൽ ശ്രദ്ധേയമായ ഒട്ടേറെ പ്രഖ്യാപനങ്ങളാണ് നടത്തിയത്. 1 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അപകട ഇൻഷുറൻസ് പ്രഖ്യാപിച്ചു. വർഷം 15 കോടി ഇതിനായി വേണ്ടിവരുമെന്നാണ് കരുതുന്നത്. ഈ തുക ബജറ്റിൽ വകയിരുത്തുകയാണെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. സർക്കാർ ജീവനക്കാരുടെ മെഡിസെപ് പദ്ധതിയിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മെഡിസെപ് 2.0 ഫെബ്രുവരി 1 മുതൽ ആരംഭിക്കും. കൂടുതൽ ആശുപത്രികളും പദ്ധതിയിൽ ഉൾപ്പെടുത്തി. വിരമിച്ചവർക്ക് മെഡിക്കൽ മെഡിസെപ് മാതൃകയിൽ പുതിയ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും. പൊതുമേഖലാ സ്ഥാപനങ്ങൾ
സ്ഥാപനങ്ങളിലും സഹകരണ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവർക്കും മെഡിസെപ് മാതൃകയിൽ ഇൻഷുറൻസ് പദ്ധതി ആരംഭിക്കും. റോഡ് അപകടത്തിൽപ്പെടുന്നവർക്ക് ആദ്യ 5 ദിവസം സൗജന്യ ചികിത്സ നൽകുമെന്ന വമ്പൻ പ്രഖ്യാപനവും ധനമന്ത്രി നടത്തി. സർക്കാർ ആശുപത്രികളിലും തെരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ഈ സേവനം ഉണ്ടാകും. 15 കോടി പദ്ധതിക്കായി വകയിരുത്തി. കാരുണ്യ പദ്ധതിയിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങൾക്കായി ആരോഗ്യ ഇൻഷുറൻസും പ്രഖ്യാപിച്ചു. ഇതിനായി 50 കോടി വകയിരുത്തി. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് പ്രഖ്യാപനവും ധനമന്ത്രി നടത്തി. സംസ്ഥാനത്തെ ഓട്ടോ സ്റ്റാൻഡുകളെ സ്മാർട്ട് ഹബ്ബുകളാക്കുമെന്ന് ധനമന്ത്രി പറഞ്ഞു. ഓട്ടോ ടാക്സി തൊഴിലാളികൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിയും ഏർപ്പെടുത്തി. മത്സ്യത്തൊഴിലാളികളുടെ ഗ്രൂപ്പ് ഇൻഷുറൻസിനായി 100 കോടി രൂപ വകയിരുത്തി. അസംഘടിത തൊഴിലാളികൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുന്നു. BPL വിഭാഗത്തിൽപ്പെട്ട 60 വയസ്സിന് മുകളിലുള്ളവർക്ക് ന്യൂമോണിയ പ്രതിരോധിക്കുന്നതിനായി സൗജന്യ വാക്സിനേഷൻ പദ്ധതിയും നടപ്പിലാക്കും. ഇതിനായി 50 കോടി രൂപ നീക്കിവെച്ചതായി മന്ത്രി അറിയിച്ചു. താലൂക്ക് തലത്തിലുള്ള ആശുപത്രികളിലും ഡയാലിസിസ് യൂണിറ്റുകൾ സ്ഥാപിക്കും. ഇത് നടപ്പിലാകുന്നതോടെ ഇന്ത്യയിൽ ഈ സൗകര്യമുള്ള ആദ്യ സംസ്ഥാനമായി കേരളം മാറും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സ്വർണത്തിന് വില കുറഞ്ഞു. ഗ്രാമിന് 100 രൂപയും പവന് 800 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ സ്വർണ്ണവില ഗ്രാമിന് 16,295 രൂപയായും പവന് 1,30,360 രൂപയായും കുറഞ്ഞു. ഇന്ന് രാവിലെ സ്വർണ്ണവിലയിൽ വൻ കുതിപ്പാണുണ്ടായത്. ഗ്രാമിന് 1,080 രൂപയും പവന് 8,640 രൂപയുമാണ് വർദ്ധിച്ചത്. ഒരു ദിവസം പൊന്നിന് ഇത്ര വലിയ വർധന ഇതാദ്യമാണ്. ഉച്ചയ്ക്ക് ശേഷം 18 കാരറ്റ് സ്വർണത്തിനും ആനുപാതികമായി വില കുറഞ്ഞു. ഗ്രാമിന് 85 രൂപ കുറഞ്ഞ് 13,380 രൂപയ്ക്കാണ് ഇപ്പോൾ വ്യാപാരം. ഉച്ചയ്ക്ക് ശേഷം വെള്ളി വിലയിൽ വ്യത്യാസമുണ്ടായിട്ടില്ല. ഗ്രാമിന് 410 രൂപയാണ് വിപണി വില. പ്രധാന വാർത്തകൾ വീണ്ടും. അത്യാധുനിക സാങ്കേതിക വിദ്യകളിലേക്കും പുനരുപയോഗ ഊർജ്ജത്തിലേക്കും മാറുമെന്ന് വ്യക്തമാക്കി കേരള ബജറ്റ്. ദാവോസിൽ നിന്നുള്ള നിക്ഷേപങ്ങളും റെയർ എർത്ത് കോറിഡോറും നിർണായകമാകും. ഉപഭോക്തൃ സംസ്ഥാനമെന്ന നിലയിൽ നിന്നും ഉൽപാദന കേന്ദ്രത്തിലേക്കും വ്യവസായ സൗഹൃദ ഇടനാഴിയിലേക്കും ചുവടുവെക്കാൻ കേരളം. ബജറ്റിൽ വ്യവസായ മേഖലയ്ക്കായി മാത്രം മാറ്റിവെക്കുന്നത് 1,417.26 കോടി രൂപ. കൃഷിക്ക് കരുത്തേകുന്ന പ്രഖ്യാപനങ്ങളുമായി സംസ്ഥാന ബജറ്റ്. കാർഷിക മേഖലയ്ക്ക് 2,000 കോടി രൂപയുടെ വകയിരുത്തൽ. ഇന്ത്യ 6.8 മുതൽ 7.2% വരെ വളർച്ച കൈവരിക്കുമെന്ന് സാമ്പത്തിക സർവേ റിപ്പോർട്ട്. കുറഞ്ഞ പണപ്പെരുപ്പവും ആഭ്യന്തര ഉപഭോഗത്തിലെ കുതിപ്പും ഇന്ത്യയെ ആഗോള ശക്തിയാക്കി നിർത്തുന്നു. ഇറാൻ അമേരിക്ക സംഘർഷത്തിൽ ലോകം വീണ്ടും യുദ്ധഭീതിയിൽ. ചരിത്രത്തിലാദ്യമായി 1 ഔൺസ് സ്വർണത്തിന് $5,500 കടന്നു. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.